ഉമ്മു കുൽസും ബീവി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ഉമ്മു കുൽസും ബീവിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ഉമ്മു കുൽസും ബീവി ഉള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. ഇത് മുത്തുനബിയുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്തതിയാകുന്ന ഉമ്മു കുൽസും ബീവിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസും ബീവിയെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ മുത്തുനബിയുടെ നേരെ മകൾ എന്ന അർത്ഥത്തിനല്ല, എല്ലാവരും ആ വിഷയം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഉമ്മു കുൽസും ബീവി വഫാത്താകുന്ന ദിവസം തന്നെ ഈ ബീവിയുടെ ഉമറുൽ ഖത്താബിലൂടെ ഉണ്ടായ ഒരു മകനുണ്ടായിരുന്നു, സെയ്ദ് എന്ന് പറയുന്ന മകൻ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസും അലിയാർ തങ്ങളുടെ മകളാകുന്ന ഉമ്മു കുൽസും ബീവിയെ കല്യാണം കഴിച്ച് ചെറിയ പ്രായത്തിലാണെങ്കിലും വഫാത്താകുന്ന സമയത്തിനിടയിൽ ഒരു സന്തതി ജനിച്ചു എന്നാണ്, സെയ്ദ് എന്ന് പറയുന്ന ചെറിയ കൊച്ചി. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളും മഹദി ഉമ്മയാകുന്ന ഉമ്മു കുൽസും ബീവിയും ഒരു ദിവസമാണ് മരണപ്പെട്ടത് എന്നും അവരുടെ രണ്ടുപേരുടെയും മേലിൽ ഹസൻ അലിയാർ തങ്ങളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവാണ് മയ്യിത്ത് നിസ്കരിച്ചത് എന്നുമൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ആഭ്യന്തര പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് മസ്ലഹത്ത് പറയാൻ വേണ്ടി പോയപ്പോൾ ഇരുട്ടിൽ വെച്ച് ഒരാൾ തലക്കടിക്കുകയും തല പൊട്ടുകയും കുറച്ച് ദിവസം പരിക്കേറ്റ് കിടന്ന് മരണപ്പെടുകയും ചെയ്തു. ആ ദിവസം തന്നെയാണ് ഉമ്മയും മരണപ്പെട്ടത് എന്നാണ്. ഇങ്ങനെ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവും ഉമ്മയാകുന്ന ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹും വഫാത്താകുന്ന സമയത്ത് ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂന്നാമത്തെ മകനാകുന്ന അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അലിയാർ തങ്ങളുടെ ഫാത്തിമ ബീവിയുടെ മകളാകുന്ന ഉമ്മു കുൽസുമിൽ കുബറ എന്ന് പറയുന്ന മകളെ ഉമർ ഖത്താബിന് ശേഷം ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ 3 മക്കൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മകൻ ഔൻ റളിയല്ലാഹു അൻഹു, പിന്നെ അവർക്ക് ശേഷം രണ്ടാമത്തെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അവർക്ക് ശേഷം മൂന്നാമത്തെ മകൻ അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അതിനുശേഷം മഹദി വഫാത്തായപ്പോൾ ഈ അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു മകളായ സൈനബ ബീവി ഹിജ്റ 5-ാം വർഷത്തിൽ ജന്മം കൊണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വളർത്തിയ മഹദി സൈനബ എന്ന് പറയുന്ന അലിയാർ തങ്ങളുടെ ഫാത്തിമ ബീവിയുടെ മകളെയാണ് അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്. ഉമ്മു കുൽസും ബീവിയിലൂടെയുള്ള സന്തതികളൊന്നും വളർന്ന് വലുതായിട്ടില്ലെങ്കിലും സൈനബ ബീവിയിലൂടെയുള്ള സന്താന പരമ്പര വളരെ കൂടുതൽ നിലനിന്നിരുന്നെന്നും അവർക്ക് ജാഫരി എന്ന കബീല ചേർത്തുകൊണ്ടുള്ള ജാഫരി എന്ന പേര് നാമകരണം ചെയ്യപ്പെട്ടതായി പിൽക്കാലത്ത് അറിയപ്പെട്ട സാദാത്യങ്ങളാണ്. സയ്യിദന്മാരുടെ കൂട്ടത്തിൽ ജാഫരിയങ്ങൾ എന്ന് പറയുന്നത് അവരെക്കുറിച്ചാണ്. അഥവാ ഉമ്മു കുൽസും ബീവിക്ക് ശേഷം അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച ഉമ്മു കുൽസും ബീവിയുടെ സഹോദരിയായ സൈനബ ബീവിയുടെ മക്കൾക്കാണ് ജാഫരി, അവരുടെ മക്കളും പേരമക്കളും ജാഫരി എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഇതൊക്കെ മിൻ ആക്കാബിൽ ബദഅത്തിൽ മുഹമ്മദിയ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും എക്സാമ്പിൾ ഒരു അവലംബം എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചതാണ്. അള്ളാഹു അവർക്കും നമുക്കുമൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ചുകൊണ്ടുള്ള ഭാഗ്യം നൽകട്ടെ.